KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ വെണ്ണക്കോട്. പ്രധാന വാർത്തകൾ. കക്കോവ് ജുമുഅത്ത് പള്ളിയിൽ എന്ത് സംഭവിച്ചു? KMIC ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. മുറമ്പാത്തിയിൽ ചേളാരി വിഭാഗം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പൂട്ടിച്ച മദ്രസ കാടുമൂടി നശിക്കുന്നു. മർക്കസ് നോളജ് സിറ്റി കേസ് കള്ളസത്യവാങ്മൂലം നൽകിയ കേസവാദിനെതിരെ ക്രിമിനൽ കേസിന് ഹർജി. മദ്രസകൾ നാളെ തുറക്കും. ഫത്ഹെ മുബാറക് ഉദ്ഘാടനം നാളെ. ശിരോവസ്ത്രം CBSE നിർദ്ദേശങ്ങളിൽ സുപ്രീംകോടതി ഇടപെട്ടില്ല. വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം സ്കൂളിലെ കെമിസ്ട്രി ഹാളിൽ തീപിടുത്തം, ആർക്കും പരിക്കില്ല. വാർത്തകൾ വിശദമായി. ദക്ഷിണ റെയിൽവേ CRPF ഓഫീസിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു ജവാൻ മരിച്ചു. ഡൽഹി ഓഫീസിലെ റെക്കോർഡ് റൂമിലാണ് തീപിടുത്തമുണ്ടായത്. റെക്കോർഡ് റൂമിന് കാവൽ നിന്നിരുന്ന CRPF ജവാൻ കോൺസ്റ്റബിൾ ലിംഗം പിള്ള ആണ് മരിച്ചത്. തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുകപടലങ്ങളിൽപ്പെട്ട് ശ്വാസം മുട്ടിയാണ് മരിച്ചത്. ഓഫീസിന്റെ 4ാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടായ ഉടൻ ലിംഗം പിള്ള ഉന്നതാധികാരികളെ വിവരമറിയിക്കുകയും തീയണക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് പുകപടലങ്ങൾക്കിടയിൽപ്പെട്ട് ശ്വാസം തടസ്സപ്പെട്ട് മരിച്ചത്. വിവരമറിഞ്ഞ ഉടൻ കുതിച്ചെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ 3 മണിക്കൂർ കൊണ്ടാണ് തീയണച്ചത്. ബീഹാറിലെ വീടുകളിൽ പാചകവാതക പൈപ്പ് ലൈൻ വരുന്ന കാലം വിദൂരമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 24 മണിക്കൂറും വൈദ്യുതി ലഭിക്കുന്ന സംസ്ഥാനമായി ബീഹാർ മാറുമെന്നും മോദി മുസഫർപൂരിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ ചടങ്ങിൽ പറഞ്ഞു. ഭൂട്ടാൻ സന്ദർശനത്തിൽ താൻ ഒപ്പുവച്ച ജലവൈദ്യുത പദ്ധതിയുടെ ഗുണം ബീഹാറിലെ ജനങ്ങൾക്ക് ലഭിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒക്ടോബറിൽ നടക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രചാരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനാണ് നരേന്ദ്രമോദി സംസ്ഥാനത്തെത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണകാലത്ത് ബീഹാറിനുവേണ്ടി വാഗ്ദാനം ചെയ്ത 5000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജിനെക്കുറിച്ച് തനിക്ക് ഓർമ്മയുണ്ടെന്നും ഉചിതമായ സമയത്ത് അക്കാര്യം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലാലു പ്രസാദ്, നിതീഷ് കുമാർ കൂട്ടുകെട്ടിനെ പരാമർശിച്ച് ഇവരിൽ ആരാണ് കൂടുതൽ വിഷം എന്ന കാര്യം നിങ്ങൾ തീരുമാനിച്ചോളൂ എന്നായിരുന്നു മോദിയുടെ പരിഹാസം. ഒരാൾ സർപ്പമാണെങ്കിൽ രണ്ടാമത്തെയാൾ അതിന്റെ വിഷമാണ്. രണ്ടായാലും ബീഹാറിലെ ജനങ്ങളെ വിഷം കുടിപ്പിക്കാൻ നിർബന്ധിക്കരുതെന്ന് മോദി പറഞ്ഞു. എന്നോടുള്ള അതൃപ്തിയാണെങ്കിൽ എന്റെ മുഖത്തടിച്ചോളൂ, പക്ഷേ ഒരു മനുഷ്യനോടുള്ള വിരോധം കാരണം നിങ്ങൾ ബീഹാറിനെ മൊത്തം കഴുത്തിന് പിടിച്ചിരിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാരിനെ ഉദ്ദേശിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. ട്വീറ്റ് ചെയ്യുന്നതിനെ പരിഹസിച്ചിരുന്ന ബീഹാറിലെ ചില നേതാക്കൾ ഇപ്പോൾ ട്വീറ്റ് ചെയ്യുന്ന തിരക്കിലാണെന്നും മോദി പറഞ്ഞു. മോദിയുടെ ബീഹാർ സന്ദർശനത്തെക്കുറിച്ച് നിതീഷ് കുമാർ ട്വീറ്റ് ചെയ്തിരുന്നു. അഖിലേന്ത്യാ CBSE നിർദ്ദേശങ്ങളിൽ സുപ്രീംകോടതി ഇടപെട്ടില്ല. വിശദമായ റിപ്പോർട്ടിലേക്ക്. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് CBSE ഏർപ്പെടുത്തിയ വസ്ത്രരീതിയിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് വിശ്വാസപരമായ ഇളവ് അനുവദിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ഇത് ഈഗോയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് അഭിപ്രായപ്പെട്ട ചീഫ് ജസ്റ്റിസ് HL ദത്തുവിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് 3 മണിക്കൂർ പരീക്ഷാ ഹാളിൽ തട്ടമിടാതിരുന്നതുകൊണ്ട് വിശ്വാസം ഇല്ലാതാകുമോ എന്ന് ഹർജിക്കാരോട് ചോദിച്ചു. സുപ്രീം കോടതി നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഹർജിക്കാരായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനും കൂടെ കക്ഷി ചേർന്ന ഏതാനും വിദ്യാർത്ഥിനികൾ ഹർജി പിൻവലിച്ചു. കേരള ഹൈക്കോടതി ഇത് സംബന്ധിച്ച് പുറപ്പെടുവിച്ച വിധിയിലെ പ്രസക്ത ഭാഗങ്ങൾ SIOക്കും വിദ്യാർത്ഥിനികൾക്കും വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ സഞ്ജയ് ഹെഗ്ഡെ കോടതിയെ വായിച്ചു കേൾപ്പിച്ചു. ഹർജിക്കാരായ 2 വിദ്യാർത്ഥിനികളുടെ കാര്യത്തിൽ മാത്രമാണ് വസ്ത്ര സ്വാതന്ത്ര്യം അനുവദിച്ചതെന്നും മറ്റുള്ളവർക്കും ഇത് നൽകണമെന്നുമാണ് തങ്ങളുടെ ആവശ്യമെന്നും ഹെഗ്ഡെ പറഞ്ഞു. ഫുൾ സ്ലീവിനും തട്ടത്തിനും ഏർപ്പെടുത്തിയ നിരോധനമാണ് പ്രധാന പ്രശ്നം. ഇത് വിശ്വാസപരമായ അവകാശമാണെന്നും ഓരോ മതക്കാരനും അവന്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നതാണെന്നും ഹെഗ്ഡെ ബോധിപ്പിച്ചു. ഈ വാദം അംഗീകരിക്കാൻ വിസമ്മതിച്ച ചീഫ് ജസ്റ്റിസ് HL ദത്തു ഇത് ഈഗോയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് പ്രതികരിച്ചു. 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ ഹർജി പരിഗണിക്കാൻ കഴിയാത്തതെന്ന് വ്യക്തമാക്കിയ ചീഫ് ജസ്റ്റിസ് HL ദത്തു അതിലൊന്നാമത്തേത് ഈ ഹർജി നൽകിയിരിക്കുന്നത് ഒരു സംഘടനയാണെന്ന് പറഞ്ഞു. ഇത്തരം വിഷയങ്ങളിൽ സംഘടനകളല്ല ഹർജിയുമായി വരേണ്ടത്. ഈ സർക്കുലർ വഴി അവകാശം ഹനിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരാണ് നൽകേണ്ടത് എന്നു
എന്നുകൂടി ദത്തു പറഞ്ഞു. സംഘടന മാത്രമല്ല, മൗലികാവകാശം ലംഘിക്കപ്പെട്ട വിദ്യാർത്ഥികളും ഹർജിക്കാരായിട്ടുണ്ടെന്ന് അഭിഭാഷകൻ പ്രതികരിച്ചപ്പോൾ ആദ്യത്തെ കക്ഷി സംഘടന തന്നെയല്ലേ, മറ്റുള്ളവർ അതിനുശേഷമല്ലേ എന്ന് ദത്തു തിരിച്ചു ചോദിച്ചു. CBSE ഭരണപരമായി കൈക്കൊണ്ട തീരുമാനമെന്ന നിലയിലും ഇതിൽ ഇടപെടാൻ സുപ്രീം കോടതിക്ക് കഴിയില്ലെന്നും ഇതാണ് ഹർജി പരിഗണിക്കാതിരിക്കാനുള്ള രണ്ടാമത്തെ കാരണമെന്നും ദത്തു തുടർന്നു. കോപ്പിയടിയെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കർശന വ്യവസ്ഥ CBSE മുന്നോട്ട് വെച്ചത്. കോപ്പിയടി തടയാനുള്ള മാർഗം സ്വീകരിക്കാൻ കോടതി ഉത്തരവിട്ടപ്പോൾ അതിനുള്ള ഭരണപരമായ നടപടി എടുക്കുകയാണ് CBSE ചെയ്തത്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ CBSE സ്വീകരിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് കോടതിക്ക് പറയാൻ കഴിയില്ലെന്നും ദത്തു തീർത്തു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം സ്കൂളിലെ കെമിസ്ട്രി ലാബിൽ തീപിടുത്തം. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്കൂളിലാണ് സംഭവം. അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ആർക്കും പരിക്കേറ്റതായി വിവരമില്ല. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. UAE വിശേഷങ്ങളുമായി ഇബ്രാഹിം മേലപ്പാറ ചേരുന്നു. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് ബാലറ്റും വോട്ടിംഗും ഏർപ്പെടുത്താൻ കഴിയില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനെ അറിയിച്ചു. അതേസമയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവാസികൾക്ക് നടപ്പാക്കിയ വോട്ടിംഗ് ചെയ്യാനുള്ള സൌകര്യം ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഏർപ്പെടുത്തുന്നതാണ്. പ്രവാസി വോട്ടിംഗ് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ കത്തിനുള്ള മറുപടിയിലാണ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത്. ഡോർ ടു ഡോർ കാർഗോ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിനെ കാണുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഉറപ്പ്. പ്രശ്നപരിഹാരത്തിന് സഹായം അഭ്യർത്ഥിച്ച് ഇന്ത്യൻ കാർഗോ ആൻഡ് കൊറിയർ ഏജൻസി അസോസിയേഷൻ UAE ചാപ്റ്റർ ഭാരവാഹികൾ ഷാർജയിൽ ഇന്നലെ നിവേദനം നൽകിയപ്പോഴാണ് ചെന്നിത്തല ഇങ്ങനെ മറുപടി നൽകിയത്. പശ്ചിമ മേഖലയിലെ ഗർബിയയിൽ ആരംഭിച്ച ലിവ ഈത്തപ്പഴ മഹോത്സവത്തിലേക്ക് സന്ദർശക പ്രവാഹം. വിവിധ ഇനം ഈത്തപ്പഴങ്ങളുടെ രുചി ആസ്വദിക്കാനും സ്വന്തമാക്കാനും നൂറുകണക്കിന് പേരാണ് ഇവിടെ എത്തുന്നത്. പൊണ്ണത്തടിക്കെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അബുദാബി പോലീസ് വെയ്റ്റ് കെയർ ക്ലിനിക് തുടങ്ങി. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ പൊണ്ണത്തടിക്കെതിരായ ചികിത്സയും ഇവിടെ ലഭ്യമാക്കുന്നുണ്ട്. കൃഷിയിടങ്ങൾ കേന്ദ്രീകരിച്ച് ചെറുകിട സൌരോർജ്ജ പദ്ധതികൾ സ്ഥാപിക്കാനുള്ള പദ്ധതിക്ക് അബുദാബിയിൽ തുടക്കമായി. മിർഫയിലെ 17 കൃഷിയിടങ്ങളിൽ ഇതിനുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഷാർജയിൽ പൂട്ടിക്കിടക്കുന്ന പെട്രോൾ സ്റ്റേഷനുകൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുറക്കുന്നു. 2011 ഇനോക്ക് അടച്ചുപൂട്ടിയ സ്റ്റേഷനുകളാണ് അഡ്നോക്കിന്റെ നേതൃത്വത്തിൽ തുറക്കുന്നത്. ഷാർജ ഗവൺമെന്റ് മുൻതദ അൽ ഇസ്ലാമി അന്താരാഷ്ട്ര സെമിനാറിൽ പങ്കെടുക്കാൻ മർക്കസു സഖാഫത്ത് സുന്നിയയിൽ നിന്നെത്തിയ പണ്ഡിതർക്ക് ICF ഷാർജ കമ്മിറ്റി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. 36 വർഷത്തെ പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് പോകുന്ന ICF റാസൽ കൈമ സെൻട്രൽ പ്രസിദ്ധീകരണ സമിതി പ്രസിഡന്റ് അലിമോൻ ഹാജിക്ക് സെൻട്രൽ കമ്മിറ്റിയുടെ യാത്രയപ്പും ഉപഹാരവും നൽകി. രാജ്യത്തെ താപനില 50 ഡിഗ്രി സെൽഷ്യസിലെത്തിയതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. ഇന്നലെയാണ് കാലാവസ്ഥ 50 ഡിഗ്രിയിലേക്ക് എത്തിയതെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്തെ ഇന്നലെ കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിശ തോറ്റിടും ദീപവുമായി, നിലക്കാത്ത പ്രവാഹവുമായി, പതികാന്തപുരം വരവായി, പദമിൽ തിരിനാളവുമായി. നിശ തോറ്റിടും ദീപവുമായി, നിലക്കാത്ത പ്രവാഹവുമായി, പതികാന്തപുരം വരവായി, പദമിൽ തിരിനാളവുമായി. മനഃശാന്തി ഉണർത്തിടുവാൻ, പരസ്നേഹമതേറ്റിടുവാൻ, മനഃശാന്തി ഉണർത്തിടുവാൻ, പരസ്നേഹമതേറ്റിടുവാൻ, ഹിതപാത തുറന്നിടുവാൻ, ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ, ഹിതപാത തുറന്നിടുവാൻ, ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ. നിശ കൂട്ടിടും ദീപവുമായി, നിലക്കാത്ത പ്രവാഹവുമായി, പതികാന്തപുരം വരവായി, പദമിൽ തിരിനാളവുമായി.
വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കക്കോവ് മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ നടത്തപ്പെടുന്ന മസ്ജിദുൽ ഹിദായയിൽ ഇന്നലെ ജുമുഅ തടസ്സപ്പെട്ടു. ചേളാരി വിഭാഗം മനഃപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കിയതിനെ തുടർന്നാണ് ജുമുഅ മുടങ്ങിയത്. സംഘട്ടനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ സുന്നി വിഭാഗക്കാരായ 18 പേരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഹല്ലുകളിൽ അവിഹിതമായും അനധികൃതമായും ആധിപത്യം സ്ഥാപിക്കാനുള്ള ചേളാരിക്കാരുടെ നീക്കമാണ് തർക്കത്തിലും സംഘട്ടനത്തിലും കലാശിച്ചത്. മഹല്ല് ഭരണം സംബന്ധിച്ച് മലപ്പുറം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 2004 ധാരണ ലംഘിച്ച ചേളാരി വിഭാഗം രഹസ്യമായി പള്ളിയും അനുബന്ധ സ്ഥാപനങ്ങളും വ്യാജരേഖകൾ ചമച്ച് വഖഫ് ബോർഡിൽ പുതുതായി രജിസ്റ്റർ ചെയ്തതായും കണ്ടെത്തി. കരാർ പ്രകാരം ജീവനക്കാരെ നിയോഗിക്കുമ്പോൾ ഇരുവിഭാഗക്കാർക്കും സ്വീകാര്യരായവരെ നിയോഗിക്കണമെന്ന് വ്യവസ്ഥ വെച്ചിരുന്നു. ഇക്കാലമത്രയും ഇതനുസരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു. എന്നാൽ സുന്നി വിഭാഗത്തിന് തീർത്തും അസ്വീകാര്യനായ വ്യക്തിയെ തിരഞ്ഞുപിടിച്ച് ജുമുഅ നിർവഹിക്കാൻ മാശിറ വിളിക്കുന്നതിന് തൊട്ടുമുമ്പ് ഇന്നലെ രഹസ്യമായി കൊണ്ടുവന്നതാണ് കുഴപ്പത്തിലെത്തിച്ചത്. മഹല്ലിലെ ഐക്യത്തിനും സൌഹാർദ്ദത്തിനും കെട്ടുറപ്പിനും വേണ്ടി ഖത്തീബിനെ മാറ്റണമെന്ന് സുന്നി പക്ഷത്തു നിന്നുള്ള മുതിർന്നവർ ജനറൽ സെക്രട്ടറിയെ വിളിച്ച് സൌമ്യമായി അറിയിച്ചപ്പോൾ കുഴപ്പത്തിന് തയ്യാറെടുത്തുവന്ന ചേളാരി വിഭാഗം സംഘർഷമുണ്ടാക്കുകയായിരുന്നു. എന്നാൽ ജുമുഅ തടസ്സപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് കക്കോവ് ജുമുഅത്ത് പള്ളി മഹല്ല് മുൻ പ്രസിഡന്റ് ഹംസ മുസ്ലിയാർ KMIC ന്യൂസിനോട് പറയുന്നു. ഹംസ മുസ്ലിയാരാണോ സംസാരിക്കുന്നത്? അതെ, ഹംസ മുസ്ലിയാറാണ്. ഇന്നലെ കക്കോവ് ജുമുഅത്ത് പള്ളിയിൽ ജുമുഅ തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പല പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്കെതിരെയും ആരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇന്നലെ ജുമുഅ തടസ്സപ്പെടാനുണ്ടായ കാരണം? കക്കോവ് ജുമുഅത്ത് പള്ളിയിൽ 2 വിഭാഗം സുന്നി വിഭാഗം ഉണ്ട്. വിഭാഗത്തിന്റെ നിയമം 3 വർഷത്തിനുള്ളിൽ AP വിഭാഗവും EK വിഭാഗവും മാറണമെന്നാണ്. അതടിസ്ഥാനത്തിൽ ഈ പ്രാവശ്യം ഖത്തീബിന്റെ AP വിഭാഗത്തിന്റെ ഖത്തീബ് സ്ഥാനം അവസാനിച്ച് EK വിഭാഗത്തിന്റെ ചേളാരി വിഭാഗം ഖത്തീബിന്റെ സ്ഥാനമാണ് ഏറ്റെടുക്കേണ്ട ദിവസമായിരുന്നു ഇന്നലെ. അതേസമയം സ്വമേധയാ പ്രശ്നമുണ്ടാക്കാൻ ചേളാരി വിഭാഗം മുൻകൂട്ടി നിശ്ചയിച്ച് ഉറപ്പിച്ച പ്രകാരം പോലീസിന്റെ നിർദ്ദേശപ്രകാരവും നിശ്ചയിച്ച ഖത്തീബിനെ മാറ്റുകയും പകരം ഇരുവിഭാഗത്തിനും സുസമ്മതനല്ലാത്ത മറ്റൊരു ഖത്തീബിനെ ഖുത്ബയുടെ അല്പം മുമ്പ് നാടകീയമായി മാറ്റുകയുമായിരുന്നു അവർ ചെയ്തത്. പോലീസ് നിർദ്ദേശിച്ച ഖത്തീബിനെ മാറ്റിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചേളാരി വിഭാഗത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നു. കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ് മേധാവി എന്നെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ഖുത്ബയുടെ മുമ്പുള്ള മഹ്ശറയ്ക്ക് ശേഷം ഖത്തീബ് വാതിൽ തുറന്ന് പുറത്തു വരുമ്പോഴാണ് പോലീസ് നിശ്ചയിച്ച ഖത്തീബിന് പകരം മറ്റൊരാൾ മിമ്പറിലേക്ക് വരാൻ ഒരുങ്ങുന്നത്. വാതിൽ തുറന്ന് വരും മുമ്പ് ഞാൻ ഇടപെട്ട് നിങ്ങളെയല്ല പോലീസ് നിശ്ചയിച്ചിരിക്കുന്നത്, ദയവ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് പറയുമ്പോഴാണ് സംഘർഷത്തിനായി നിലയുറപ്പിച്ച ചേളാരി വിഭാഗം ചാടി എഴുന്നേറ്റ് എനിക്ക് നേർക്കുകയും സുന്നി പ്രവർത്തകരെയും അടിച്ചമർത്തുകയും അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. ഇതിനെ തുടർന്നാണ് പോലീസ് പള്ളിയിൽ കയറി ലാത്തി വീശിയതും ജുമുഅ തടസ്സപ്പെടാനും കാരണം അതാണ്. മറ്റുള്ള വാർത്തകളെല്ലാം വ്യാജമാണ്. താങ്കൾ ഖത്തീബിനെ വാതിലടച്ചു പൂട്ടി എന്ന് പറയപ്പെടുന്നു. എന്താണ് സത്യാവസ്ഥ? ഖത്തീബിന്റെ വാതിൽ അടച്ചു പൂട്ടിയിട്ടില്ല, അത് തീർത്തും വ്യാജമാണ്. ഇപ്പോൾ പൂർണ്ണസ്ഥിതിയിലായിട്ടുണ്ടോ നിസ്കാരം? ഇന്നലെ തന്നെ പള്ളി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? പള്ളി അസർ നിസ്കാരത്തിന് വേണ്ടി തുറന്നു കൊടുത്തു. അത് മുതൽക്ക് സാധാരണ പോലെ തന്നെ നിസ്കാരങ്ങളെല്ലാം നടന്നു വരുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? പോലീസ് പള്ളിക്ക് വേണ്ടി സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞ് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ 2 പോലീസ് അവിടെ സ്ഥിരമുറപ്പിച്ചിട്ടുണ്ട്. ഇനി എന്നാണ് ഇതുമായിട്ടുള്ള ചർച്ച നടക്കുന്നത്? എന്താണ് ഭാവിയിലേക്കുള്ള തീരുമാനങ്ങൾ? തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് SIയുടെ ഓഫീസിൽ വെച്ച് 2 വിഭാഗത്തെയും ക്ഷണിക്കുകയും അതിന് പോകാൻ തയ്യാറായിട്ടുമുണ്ട്. നന്ദി ഹംസ മുസ്ലിയാർ വിവരങ്ങൾ നൽകിയതിന്. കക്കോവ് ജുമുഅത്ത് പള്ളിയിൽ ഇരുവിഭാഗവും സുസമ്മതനായ ഖത്തീബിനെയാണ് 3 വർഷത്തേക്ക് നിശ്ചയിക്കാറുള്ളത്. എന്നാൽ ഈ പ്രാവശ്യം ചേളാരി വിഭാഗം ഏകപക്ഷീയമായി ഖത്തീബിനെ നിശ്ചയിക്കാൻ കരുക്കൾ നീക്കുകയായിരുന്നു.
ഒടുവിൽ പോലീസ് ഇടപെട്ട് ഒരു ഖത്തീബിനെ നിശ്ചയിക്കുകയും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സുന്നി വിഭാഗക്കാരനായ ഹംസ മുസ്ലിയാരെ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ടായിരുന്നു ചേളാരി വിഭാഗത്തിന്റെ നാടകം അരങ്ങേറിയത്. മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച പ്രകാരം ജുമുഅ കലക്കാൻ തയ്യാറായി വന്ന ചേളാരി വിഭാഗം പോലീസ് നിശ്ചയിച്ച ഖത്തീബിനെ മാറ്റി പ്രശ്നക്കാരനായ ഖത്തീബിനെ മിമ്പറിലേക്ക് അയക്കാനൊരുങ്ങുകയായിരുന്നു. ഇയാളെ അയച്ചാൽ സുന്നി വിഭാഗം ചോദ്യം ചെയ്യുമെന്നും ആ സമയത്ത് സംഘർഷം സൃഷ്ടിക്കാമെന്നും നിശ്ചയമുള്ള ചേളാരി വിഭാഗം ഉദ്ദേശം നടപ്പിലാക്കി. നിയമം ലംഘിച്ച് മിമ്പറിലേക്ക് വരാനൊരുങ്ങുന്ന ഖത്തീബിന്റെ റൂമിൽ ചെന്ന് ഹംസ മുസ്ലിയാർ കാര്യങ്ങൾ ധരിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറയുമ്പോഴേക്കും സംഘർഷത്തിനായി നിലയുറപ്പിച്ച ചേളാരി വിഭാഗം സുന്നി പ്രവർത്തകർക്ക് നേരെ ചാടി വീഴുകയായിരുന്നു. കഴിഞ്ഞ 29 വർഷമായി പുതുക്കാതിരുന്ന ഭരണഘടന വഖഫ് ബോർഡിൽ രഹസ്യമായി പുതുക്കി രജിസ്റ്റർ ചെയ്ത ചേളാരി വിഭാഗം കുഴപ്പമുണ്ടാക്കാൻ ഗൂഢപദ്ധതികളാണ് ആസൂത്രണം ചെയ്തത്. ഇതിനിടയിൽ മറ്റൊരാളെക്കൊണ്ട് ഖുതുബ നിർവഹിച്ച് രംഗം ശാന്തമാക്കാൻ നിഷ്പക്ഷമതികളായ ചിലർ നടത്തിയ ശ്രമവും ചേളാരിക്കാരുടെ ധാർഷ്ട്യം മൂലം നടന്നില്ല. അടച്ചുപൂട്ടിയ പള്ളി രണ്ട് വിഭാഗക്കാരുമായും സംസാരിച്ച ശേഷം വൈകിട്ട് 4 മണിക്ക് പ്രാർത്ഥനയ്ക്ക് തുറന്നുകൊടുത്തു. തിങ്കളാഴ്ച വരെ ഇരുവിഭാഗക്കാർക്കും വെവ്വേറെ പ്രാർത്ഥന നടത്താനും അനുമതി നൽകിയിട്ടുണ്ട്. കൊണ്ടോട്ടി CI B സന്തോഷിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ചർച്ചയ്ക്കായി ഇരുവിഭാഗത്തെയും ക്ഷണിച്ചിട്ടുമുണ്ട്. കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞിട്ടും ജനറൽ ബോർഡ് യോഗം വിളിക്കാതെ ജനറൽ സെക്രട്ടറി നീട്ടിക്കൊണ്ടുപോയത് പുതുക്കി രജിസ്റ്റർ ചെയ്ത നടപടി വെളിച്ചത്താവുമെന്നതിനാലാണെന്ന് സുന്നി സംഘടനാ നേതാക്കൾ പറഞ്ഞു. ഇക്കഴിഞ്ഞ റമദാന് ശേഷം സുന്നി വിഭാഗത്തെ അംഗീകരിക്കുന്ന മുഅദ്ദിനെയും ചേളാരി വിഭാഗം അനുകൂലിയായ ഖത്തീബിനെയും നിയമിക്കാനുള്ള കമ്മിറ്റിയുടെ തീരുമാനം ഇരുവിഭാഗത്തിനും സ്വീകാര്യമായിരുന്നു. എന്നാൽ സുന്നി വിഭാഗത്തിന് ആദർശപരമായി ഭിന്നതയുള്ള വ്യക്തിയെ ജുമുഅക്ക് ഇന്നലെ രഹസ്യമായി കൊണ്ടുവന്നത് കുഴപ്പമുണ്ടാക്കുകയും മഹല്ല് ഭരണം പിടിച്ചെടുക്കാനുള്ള ചേളാരിക്കാരുടെ പദ്ധതിയുടെ ഭാഗമാണെന്നും നേതാക്കൾ ആരോപിച്ചു. എന്നാൽ പള്ളി പൊട്ടിക്കുന്ന സംഘടനയും പ്രവർത്തകരും ആരാണെന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം. കാടുമൂടി നിലം പതിക്കാറായ മദ്രസ കാണുന്നവരുടെ കരളലിയിപ്പിക്കുന്ന ഈ കാഴ്ച മുറമ്പാത്തിയിൽ നിന്നാണ്. ചേളാരി വിഭാഗം അധികാരികളുടെ സ്വാധീനം ഉപയോഗിച്ച് പൂട്ടിച്ച പള്ളികളുടെയും മദ്രസകളുടെയും കണക്ക് നിരവധിയാണ്. തന്ത്രപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് സുന്നി വിഭാഗത്തിന്റെ മേൽ കെട്ടിവെക്കാറാണ് പതിവ്. ഇന്നലെ കക്കോവ് നടന്ന നാടകവും ഇതിന്റെ ഭാഗമായിരുന്നു. വീഡിയോയിൽ കാണുന്നത് ചേളാരി വിഭാഗത്തിന്റെ നീചമായ നീക്കങ്ങൾ കാരണം അടക്കപ്പെട്ട് കാടുകൾ മൂടിക്കിടക്കുന്ന മദ്രസയാണ്. മുറമ്പാത്തിയിൽ എന്ത് സംഭവിച്ചു? KMIC ന്യൂസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ. KMIC കോഴിക്കോട് റിപ്പോർട്ടർ ആദിൽ മിഥിലാജ് ചേരുന്നു. കോഴിക്കോട് ജില്ലയിലെ മലയോര കുടിയേറ്റ മേഖലയിൽപ്പെട്ട കോടഞ്ചേരി പഞ്ചായത്തിലെ മുറമ്പാത്തി ജുമുഅത്ത് പള്ളിയുടെ അവകാശവുമായി ബന്ധപ്പെട്ട സുന്നികൾക്കെതിരെ ചേളാരി വിഭാഗം നൽകിയ കേസ് വഖഫ് ട്രൈബ്യൂണൽ തള്ളി. 50 വർഷം പഴക്കമുള്ള ഈ മഹല്ലിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി കോടതിയിൽ കേസ് നിലനിൽക്കുകയായിരുന്നു. 2009 സുന്നികൾക്കെതിരെ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണൽ തള്ളിയത്. 150ഓളം വീടുകളുള്ള മുറമ്പാത്തി മാലിൽ 90% ആളുകളും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തെയും സുന്നി പ്രസ്ഥാനത്തെയും അംഗീകരിക്കുന്നവരാണ്. നേരത്തെ ഹൈക്കോടതിയിൽ നിലവിലുണ്ടായിരുന്ന കേസിൽ കക്ഷി ചേർന്ന 117ൽ 104 വീട്ടുകാരും സുന്നികൾക്ക് അനുകൂലമായാണ് നിലകൊണ്ടത്. എന്നാൽ കോടതി നിലപാട് തങ്ങൾക്ക് അനുകൂലമാണെന്ന് അവകാശപ്പെട്ട് പ്രകോപനങ്ങൾ ഉണ്ടാക്കി പള്ളി പൂട്ടിക്കാനുള്ള ശ്രമങ്ങളാണ് ഏതാനും വർഷങ്ങളായി ചേളാരി വിഭാഗം നടത്തിയത്. നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടൽ മൂലം ഇത് വിഫലമാവുകയായിരുന്നു. എന്നാൽ 2002 ഒക്ടോബർ 3 പള്ളിയിൽ സംഘർഷം സൃഷ്ടിച്ച് പോലീസ് ഇടപെട്ട് പൂട്ടിയ പള്ളി ഒരു വർഷത്തിനുശേഷം സുന്നികളുടെ അശ്രാന്ത പരിശ്രമം മൂലം വീണ്ടും തുറക്കുകയുണ്ടായി. വിഘടിതരുടെ കുൽസിത ശ്രമങ്ങൾ മൂലം വർഷങ്ങളായി പൂട്ടിയിട്ട മഹല്ല് മദ്രസ മേൽക്കൂര തകർന്ന് കാടുമൂടി ജീർണിച്ച് കിടക്കുകയാണ്. ഇത് സംബന്ധമായി മഹല്ല് സെക്രട്ടറി CM മൊയ്തീൻ വിശദീകരിക്കുന്നു. 1997 മദ്രസയിലെ സിലബസുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നം ആദ്യമായി ആ മഹല്ലില് ഒരു പ്രശ്നമായിട്ട് ഉയർന്നു വരുന്നത്. അപ്പം അതേ തുടർന്ന് രണ്ട് വിഭാഗങ്ങളും പരസ്പരം കൂടിയാലോചിച്ച് ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രണ്ട് വിഭാഗങ്ങളിൽപ്പെട്ടുള്ള ആളുകളും ഒരു മദ്രസയിൽ തന്നെ രണ്ടായി വേർതിരിഞ്ഞുകൊണ്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തി. ആ സംവിധാനത്തിൽ നിന്ന് ഒരു പ്രഭാതത്തിൽ ആരോടും ചോദിക്കാതെ മഹല്ല് കമ്മിറ്റി എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൂട്ടായി എടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് വളരെ ഏകപക്ഷീയമായി ഇക്ക വിഭാഗം ആ മദ്രസ വിട്ട് പുറത്തേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി. തുടർന്ന് പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് നമുക്കും ആ മദ്രസയിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ട ഒരു സ്ഥിതി ഉണ്ടായി. അതിനെ തുടർന്ന് അവിടെ മദ്രസ സംവിധാനം എന്ന് പറയുന്നത് രണ്ട് വിഭാഗമായിട്ട്, ഒരു വിഭാഗം
താഴെ അങ്ങാടിയിൽ വാടക കെട്ടിടത്തിലും മറ്റുമായിട്ട് നടത്തിക്കൊണ്ടിരുന്നു. മറ്റേ വിഭാഗം തൊട്ടുമൊഴി കേന്ദ്രീകരിച്ച് മദ്രസ എന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മദ്രസ സംവിധാനം പൂർണ്ണമായും ഈ പ്രദേശത്ത് തകർക്കപ്പെട്ടു. മദ്രസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. ആ കെട്ടിടങ്ങൾ പൂർണ്ണമായും നശിച്ചു പോകുന്ന, പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമായി പോകുന്ന സ്ഥിതിയും ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. എന്താണ് നിലവിലെ അവസ്ഥ? നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളുടെ ഈ മഹലിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഈ പ്രശ്നം വളരെ രമ്യമായിട്ട് തന്നെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണുള്ളത്. കാരണം ഏതാനും വിരലിലുണ്ടാകുന്ന ചില ആളുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുന്നതിന് പിന്നിലുള്ളത് എന്നത് നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ബാഹ്യശക്തികളുടെ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിലുള്ള ഈ പ്രശ്നം ഇത്ര രൂക്ഷമായിട്ട് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തുള്ള ആളുകളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി നാട്ടിലുള്ള മറ്റിതര സാമുദായിക വിഭാഗങ്ങളുടെ വരെ പിന്തുണയോടുകൂടി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു സംവിധാനമാണ്, ഒരു പള്ളിയാണ് അവിടെ നിലനിൽക്കുന്നത്. ആ പള്ളി തകർക്കപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമായും ആ നാട്ടിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും ഒരു വൈകാരിക പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാട് കൈക്കൊണ്ടിട്ടുണ്ട്. തുടർന്നും ഇത്തരത്തിലുള്ള നിലപാട് തന്നെയായിരിക്കും ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മഹലിന് പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് മൊറമ്പാത്തി പ്രദേശത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം. 1.5 വർഷം മുമ്പ് വിഘടിത നേതാവ് നാസർ ഫൈസി കൂടത്തായുടെ നേതൃത്വത്തിലെത്തിയ ഒരു സംഘം വെള്ളിയാഴ്ച ജുമാ നിസ്കാരം തടസ്സപ്പെടുത്തുകയുണ്ടായി. നിയമപാലകരെ സ്വാധീനിച്ചും തെറ്റിദ്ധരിപ്പിച്ചുമായിരുന്നു അന്ന് വിഘടിത സംഘം നീക്കം നടത്തിയിരുന്നത്. എന്നാൽ നാട്ടുകാർ ഒറ്റക്കെട്ടായി നിന്നതുമൂലം പള്ളി പൂട്ടിക്കാനുള്ള ശ്രമം വിഫലമാവുകയായിരുന്നു. ജീർണിതാവസ്ഥയിലായ പള്ളി പുതുക്കിപ്പണിയാനുള്ള ശ്രമങ്ങൾ വിഘടിതരുടെ പിടിവാശി മൂലം തടസ്സപ്പെടുകയാണുണ്ടായത്. സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന ഈ പ്രദേശത്തുകാരായ സുന്നി പ്രവർത്തകരെ നിരന്തരം കള്ളക്കേസുകളിൽ കുടുക്കി പീഡിപ്പിക്കാനുള്ള ശ്രമവും വർഷങ്ങളായി നടന്നുവരുന്നു. മദ്രസയിൽ പ്രശ്നങ്ങളുണ്ടാക്കിയതിനെ തുടർന്ന് സുന്നികൾ താൽക്കാലിക കെട്ടിടത്തിൽ മദ്രസ നടത്തിവരികയാണ്. ഇപ്പോൾ 100-ലേറെ കുട്ടികൾ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസയിൽ പഠനം നടത്തുമ്പോൾ പേരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചേളാരി വിഭാഗത്തിന്റെ മദ്രസയിൽ വിരലിലെണ്ണാവുന്ന കുട്ടികൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളെ എതിർക്കുന്നതിനും നീതി നിഷേധത്തിനും വേണ്ടി കേസ് നടത്തുന്നതിനായി ചേളാരി വിഭാഗം വ്യാപകമായ പിരിവുകളാണ് പള്ളികൾ കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 മാസം മുമ്പ് വരെ ഈ കേസിനു വേണ്ടി പല പള്ളികളിലും പിരിവ് നടത്തിയതായി പറയപ്പെടുന്നു. വഖഫ് ട്രിബ്യൂണൽ ചേളാരിക്കാരുടെ വാദം തള്ളിയതോടെ ഇവരുടെ നില പരുങ്ങലിലായിരിക്കുകയാണ്. മൊറമ്പാത്തിയിലെ പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് 97-ൽ നാട്ടുകാരുടെ ഒരു സംഘം മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സമീപിച്ച് ചർച്ച നടത്തുകയും തങ്ങൾ അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു. ഇത് സംബന്ധമായി തങ്ങൾ നൽകിയ കത്ത് വിഘടിത വിഭാഗം അവഗണിക്കുകയായിരുന്നുവത്രേ. ഇതിന്റെ തിക്തഫലം കൂടിയാണ് ചേളാരി വിഭാഗം മൊറമ്പാത്തിയിൽ അനുഭവിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആദിൽ മിദ്ലാജ്, KMIC ന്യൂസ്, കോഴിക്കോട്. മർക്കസ് നോളജ് സിറ്റി നിർമ്മാണത്തിനെതിരായ കേസിൽ ചെന്നൈ ഹരിത ട്രിബ്യൂണലിൽ വ്യാജ സത്യവാങ്മൂലം നൽകിയതിന് ഹർജിക്കാരനായ കെ സവാദിനെതിരെ ക്രിമിനൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകുമെന്ന് നോളജ് സിറ്റി എഡ്യൂക്കേഷൻ സോൺ നിർമ്മാണം നടക്കുന്ന പ്രദേശത്തെ സ്ഥലം ഉടമകളായ കാസർകോട് തുരുത്തി മുഹമ്മദ് അഷറഫ്, ആലപ്പുഴ പുത്തൻപുരയ്ക്കൽ മുഹമ്മദ് നിസാർ, വയനാട് ചെറുക്കാടത്ത് വളപ്പിൽ സലാഹുദ്ദീൻ, കണ്ണൂർ ഹാസിഫ് സീനബാസ് എന്നിവർ അറിയിച്ചു. അഭിഭാഷകനാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഹർജിക്കാരൻ തീർത്തും വ്യാജമായ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് നേരത്തെ ഇടക്കാല ഉത്തരവ് നേടിയിരുന്നത്. വിവരാവകാശ നിയമപ്രകാരം വിവിധ വകുപ്പുകളിൽ നിന്നും ലഭിച്ച രേഖകൾ കൈവശമുണ്ടായിട്ടും നോളജ് സിറ്റി നിർമ്മാണത്തെക്കുറിച്ച് ഹരിത ട്രിബ്യൂണലിൽ കള്ളസത്യവാങ്മൂലം നൽകി. മണൽ മാഫിയ ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് നിയമസഹായം നൽകിയിരുന്ന ഹർജിക്കാരൻ പരിസ്ഥിതി പ്രവർത്തകനായാണ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ നാളിതുവരെ ഏതെങ്കിലും പരിസ്ഥിതി പ്രവർത്തനങ്ങളിലോ മുന്നേറ്റങ്ങളിലോ ഹർജിക്കാരൻ പങ്കെടുത്തതായി വിവരമില്ല. സത്യവാങ്മൂലത്തിൽ താൻ പ്രവർത്തിക്കുന്നതായി വ്യക്തമാക്കിയ സംഘടനയാകട്ടെ വ്യാജമാണെന്നും അറിയുന്നു. ഹർജിക്കാരന്റെ ഭാര്യ പിതാവ്, ഭാര്യ മാതാവ്, ഭാര്യ തുടങ്ങിയവരാണത്രേ ഇതിലെ അംഗങ്ങൾ.
നോളജ് സിറ്റി നിർമ്മാണം നടക്കുന്ന സ്ഥലം വനമേഖലയിൽ ഉൾപ്പെട്ടതാണെന്നും ചീറ്റപ്പുലി, കടുവ തുടങ്ങിയ വന്യമൃഗങ്ങൾ യഥേഷ്ടം വിഹരിക്കുന്ന സ്ഥലമാണെന്നുമുള്ള തീർത്തും വ്യാജമായ വിവരങ്ങളായിരുന്നു സത്യവാങ്മൂലത്തിലുണ്ടായിരുന്നത്. ഹരിത ട്രിബ്യൂണലിൽ കേസിന്റെ വാദം നടക്കുന്നതിനിടെ ഇത്തരം വാദങ്ങളുടെ നിജസ്ഥിതി നോളജ് സിറ്റി അഭിഭാഷകർ തുറന്നു കാണിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. നോളജ് സിറ്റി നിർമ്മാണ പ്രദേശത്ത് ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയായതായിട്ടാണ് കേസ് അവാദ് ട്രിബ്യൂണലിൽ ബോധിപ്പിച്ചിരുന്നത്. എന്നാൽ നിർമ്മാണം പൂർത്തിയായ കെട്ടിടങ്ങളുടെ വിവരങ്ങളും അനുമതിക്ക് അപേക്ഷിച്ചവയുടെ വിവരങ്ങളും പഞ്ചായത്ത് അധികൃതർ സമർപ്പിച്ചതോടെ സത്യവാങ്മൂലത്തിലെ പ്രസ്തുത പരാമർശവും വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടു. ഇനി ഹർജിക്കാരനായ കെ സവാദിന്റെ പരിസ്ഥിതി സംഘടനയും വിശദാംശങ്ങളും അറിയാൻ ടെലിഫോൺ ലൈനിൽ ഒന്ന് ബന്ധപ്പെട്ട് നോക്കാം. ഹലോ, സവാദ് അല്ലേ? അഡ്വക്കേറ്റ് KMC ഓൺലൈൻ ന്യൂസ് ചാനൽ എന്നാ വിളിക്കുന്നത്. എവിടുത്തെ ഓൺലൈൻ ന്യൂസ് ചാനലാണ് KMC. ഓക്കെ. നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട കേസിലെ ഹർജിക്കാരൻ താങ്കളാണല്ലോ. അതിനെക്കുറിച്ചുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങളൊരു പരിസ്ഥിതി പ്രവർത്തകനാണല്ലോ. താങ്കളുടെ പരിസ്ഥിതി സംഘടനയുടെ പേര് വ്യക്തമാക്കാമോ? പത്രങ്ങളിൽ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചോദിക്കുന്നത്. പത്രത്തിലുണ്ടല്ലോ. ഏതാണ്? പത്രത്തിലുണ്ട്, അത് ആഴ്ചയിലുണ്ട്. ഏത് സംഘടന? പത്രത്തിൽ സംഘടനയുടെ പേര് കാണാൻ സാധിച്ചില്ല. ഇല്ല, അതുണ്ട്. അതിപ്പോ നിങ്ങൾക്ക് അറിഞ്ഞ അറിവുകളൊക്കെ അതിൽ തന്നെ കിട്ടും. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എവിടുന്നാ കിട്ടിയത്? താങ്കൾക്ക് പേര് വ്യക്തമാക്കാൻ കഴിയില്ല? ഇല്ല, സോറി, ബുദ്ധിമുട്ടാണ്. അതെപ്പോഴാണ് സംഘടന ആരംഭിച്ചിരിക്കുന്നത്? താങ്കളുടെ ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്തിനാണ്? ഒരു ഓൺലൈൻ ന്യൂസ് ചാനലിനാണ്. അതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി പല ദുരൂഹതകളും പ്രചരിക്കുന്നത് കൊണ്ടാണ് താങ്കളിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാവാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഒരു പത്രത്തിലും ദുരൂഹതയുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ അങ്ങനെ ഫോണിലൂടെ ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല. താങ്കൾ വേണം നേരിട്ട് വന്നത്. ദുരൂഹത നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. ഒരു പത്രത്തിലും ആ സംഘടനയുടെ പേര് കാണാൻ സാധിച്ചില്ല. താങ്കൾ ഏത് സംഘടന ആളാണെന്ന് പറയൂ ആദ്യം. ഞാൻ ഓൺലൈൻ ന്യൂസ് ചാനലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അത് താങ്കൾ ഏത് സംഘടന ആളാണെന്ന് പറയൂ ആദ്യം. സംഘടന എന്ന നിലക്കല്ല, ന്യൂസ് എന്ന നിലക്കാണ്, ന്യൂസ് റിപ്പോർട്ടർ എന്ന നിലക്കാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എത്രയോ പേര് എന്നോട് എത്രയോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഇതുവരെ ആരും തന്നെ ചോദിക്കാത്തൊരു കാര്യം താങ്കൾ ചോദിക്കുന്നത്. അതെ, ഒരു പത്രത്തിലും താങ്കൾ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയുടെ പേര് വ്യക്തമാക്കിയിട്ടില്ല. സുഹൃത്തെ ഞാനത് പത്രസമ്മേളനം വരെ നടത്തിയതാ. അതെ, നിങ്ങൾ പ്രസ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഒരു പത്രങ്ങളിലും താങ്കളുടെ പരിസ്ഥിതി സംഘടനയുടെ പേരോ മറ്റു വിവരങ്ങളോ കാണാൻ സാധിച്ചിട്ടില്ല. അത് സുഹൃത്തെ, താങ്കൾക്ക് വേണം നേരിട്ട് വന്നോളൂ. ഞാൻ ഫോണിലൂടെ എനിക്ക് അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട അല്ല, താങ്കൾ പറയുകയുണ്ടായി പത്രത്തിൽ പേരും വിശദീകരണങ്ങളും വന്നതാണല്ലോ എന്ന്. അതെ, താങ്കൾ അവരോട് ചോദിച്ചു നോക്കിയത്. നിങ്ങൾക്ക് എവിടുന്ന ബാക്കി ഡീറ്റെയിൽസ് കിട്ടി അവരോട് തന്നെ അന്വേഷിച്ചു നോക്കി. ഡീറ്റെയിൽസ് സുപ്രഭാതം പത്രത്തിലും മറ്റു പത്രങ്ങളിലും വന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അതേ പ്രകാരമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. പല വേറെ മുഖ്യധാര മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. മറ്റ് സിറാജ് പത്രങ്ങളിൽ വന്ന വാർത്ത താങ്കളുടെ ഭാര്യയും മറ്റ് ഭാര്യ പിതാവും. സിറാജ് മുഖ്യധാര പത്രമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ലല്ലോ. താങ്കളുടെ ഭാര്യ പിതാവും അംഗങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് ആ സംഘടനയിൽ. ഇത് ശരിയാണോ? അത് നിങ്ങൾ ഞാൻ കൊടുത്ത അഭിപ്രായം ഒന്നല്ല. നിങ്ങൾ സിറാജിലത്തെ പത്രാധിപരോട് ചോദിച്ചു നോക്കുക അവർക്ക് എവിടുന്നാ കിട്ടിയെന്നുള്ളത്. അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, ആ വാർത്ത സത്യവിരുദ്ധമാണോ? നിങ്ങൾ അവിടെ നിന്ന് അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചോളൂ. എനിക്ക് താല്പര്യമില്ല നിങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യാൻ. ആ കേസിൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറില്ല. ഓക്കെ, ഒരു ന്യൂസ് പോർട്ടലിനോടാണ് താങ്കൾ സംസാരിക്കുന്നത്. ഈ കേസുമായി മുന്നോട്ട് പോവാൻ നിങ്ങളുടെ പിന്നിൽ നിങ്ങൾ റിപ്പോർട്ടറോ ആരോ ആയിക്കോട്ടെ, ഞാൻ ആദ്യമായിട്ടൊന്നും റിപ്പോർട്ടറെ കാണുന്നില്ല. ഒരു പരിസ്ഥിതി സംഘടനയാണെങ്കിൽ ഫോണിലൂടെ സംസാരിക്കാൻ താല്പര്യമില്ലടോ. ഒരു പരിസ്ഥിതി സംഘടനയാണെങ്കിൽ അതിന്റെ പേര് വിവരങ്ങൾ വ്യക്തമാക്കാൻ എന്തിന് താങ്കൾ മടി കാണിക്കണം? സോറി, ക്ഷമിക്കണം. താങ്കളോട് സംസാരിക്കാൻ എനിക്കിപ്പം കഴിയില്ല. നിങ്ങൾ നേരിട്ട് വന്നോളൂ, നിങ്ങൾ ആളെ അയച്ചോളൂ. എന്തുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് പറ്റാത്തത്? ക്ഷമിക്കണം. എന്തുകൊണ്ടാണ് പരിസ്ഥിതി സംഘടനയുടെ പേര് വ്യക്തമാക്കാൻ പറ്റാത്തത്? പേരും വിശദാംശങ്ങളും വെളിപ്പെടുത്താൻ പറ്റാത്ത ഒരു പരിസ്ഥിതി സംഘടന, അതാണ് നോളജ് സിറ്റിക്കെതിരെ തിരിയുന്ന സവാദിന്റെ പരിസ്ഥിതി സംഘടന. ഇനി പരിസ്ഥിതി സംഘടനയുടെ മറ്റൊരു വക്താവ് അഡ്വക്കേറ്റ് നൂറുദ്ദീൻ മുസ്ലിയാരെ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാം.
ഹലോ, ആരാ വിളിക്കുന്നത്? അഡ്വക്കേറ്റ് നൂറുദ്ദീൻ മുസ്ലിയാർ അല്ലേ? അതെ, ആരാ സംസാരിക്കുന്നത്? KMIC ന്യൂസ് ഓൺലൈൻ ന്യൂസ് ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്. ഏത് KMIC ഓൺലൈൻ ന്യൂസ് ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ എനിക്ക് ചാനൽ അറിയില്ല. എന്താ അത്? ഓൺലൈൻ ന്യൂസ് ചാനലാണ്. സൗദിയിൽ നിന്നാണ് വിളിക്കുന്നത്. ആരാ വിളിക്കുന്നത്? ജലീൽ മടവൂരാണ് വിളിക്കുന്നത്. എന്താ ജലീൽ വിഷയം? ഗുരുതരമായ ഒരു ആരോപണം താങ്കൾക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് താങ്കൾ ഈ കേസിന് വേണ്ടി പണം സ്വീകരിക്കുന്നതായാണ് റിപ്പോർട്ട്. എന്താണ് താങ്കളുടെ പ്രതികരണം? റിപ്പോർട്ട് പറയാ നീ വെറുതെ എന്തെങ്കിലും ഒരു ശുദ്ധമായ കളവാരിയും പറഞ്ഞ എന്നോട് വിളിച്ച് ചോദിക്കുന്നതിന് അർത്ഥമുള്ളത്? അങ്ങനെ സംഭവിച്ചാലോ? ഏതെങ്കിലും ഒരു പരിസ്ഥിതി സംരക്ഷണവുമായി മുന്നോട്ട് വന്ന പേരുകളിൽ ഇതുവരെ താങ്കളുടെ പേര് കാണാൻ സാധിച്ചിട്ടില്ല. താങ്കൾ ഏത് പരിസ്ഥിതി സംഘടനയുടെ വക്താവാണ്? ചോദ്യത്തിന് ഉത്തരം നൽകാൻ തയ്യാറല്ല. പരിസ്ഥിതി സംഘടനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സാക്ഷാൽ അഡ്വക്കേറ്റ് നൂറുദ്ദീൻ മുസ്ലിയാർക്കും മറുപടിയില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ വികസന പ്രവർത്തനങ്ങളെ തടയിടുന്നതിന് ദേശവിരുദ്ധ ശക്തികളിൽ നിന്നും ഹർജിക്കാരനും അയാളുടെ ഭാര്യപിതാവും സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതായും സംശയം ഉയർന്നിട്ടുണ്ട്. വ്യാജ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വികസനം മുടക്കുന്ന ഛിദ്രശക്തികളെ നിലക്കുനിർത്താനാവശ്യമായ നടപടി സ്വീകരിക്കാനും കോടതിയോട് അപേക്ഷിക്കുമെന്ന് ഹർജിക്കാർക്ക് വേണ്ടി മദ്രാസ് ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് മാർട്ടിൻ ജയകുമാർ അറിയിച്ചു. ഇനി മർക്കസ് നോളജ് സിറ്റി കേസിലെ ഹർജിക്കാരനായ കെ സവാദിനെതിരെ ക്രിമിനൽ കേസിന് ഹർജി നൽകാനുള്ള പശ്ചാത്തലം എന്താണെന്ന് പരിശോധിക്കാം. നോളജ് സിറ്റി ലീഗൽ മാനേജർ അഡ്വക്കേറ്റ് സമദ് പുലിക്കാട് ചേരുന്നു. വളരെ ദുരൂഹമായ പശ്ചാത്തലമുള്ള രണ്ടാളുകളാണ് ഹർജിക്കാരനും അയാളുടെ അമ്മോശനും മർക്കസ് നോളജ് സിറ്റിക്കെതിരെ നിരന്തരം കേസുകളുമായി രംഗത്തിറങ്ങുന്നത്. മാന്യമായ നിയമവ്യവഹാരങ്ങൾക്കു പകരം കോടതികളെ തെറ്റിദ്ധരിപ്പിച്ച് നോളജ് സിറ്റി നിർമ്മാണം തടയാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി പരമാബദ്ധങ്ങൾ നിറഞ്ഞ തീർത്തും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഹരിത ട്രൈബ്യൂണലിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. വനം വകുപ്പിന്റെ കണക്കുപ്രകാരം തന്നെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത അപൂർവ ഇനം വന്യമൃഗങ്ങൾ വരെ നോളജ് സിറ്റി നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് ഇവർ കോടതിയിൽ പറഞ്ഞത്. ഒരു ലേമാൻ സാധാരണക്കാരിൽ നിന്ന് ഉണ്ടാകുന്ന അബദ്ധത്തെക്കാൾ വലിയ കുറ്റകൃത്യമാണ് അഭിഭാഷകനെന്ന് അവകാശപ്പെടുന്ന ഹർജിക്കാരൻ ഈ കള്ളസത്യവാങ്മൂലം സമർപ്പിച്ചതിലൂടെ നടത്തിയിരിക്കുന്നത്. അസൂയമൂത്ത ഒരു മതസംഘടനയുടെ പിന്തുണയോടെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരമ്മായിയപ്പനും മരുമകനും നടത്തുന്ന ശ്രമങ്ങൾ നിയമപരമായി തടയിടാനാണ് കള്ളസത്യവാങ്മൂലത്തിനെതിരെ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. റമളാൻ അവധിക്ക് ശേഷം മദ്രസകൾ നാളെ തുറക്കുന്നു. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് മദ്രസകളിൽ പഠിക്കാനെത്തുന്ന കുട്ടികളെ മധുരം നൽകിയും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തും വരവേൽക്കാൻ മദ്രസ അധികൃതർക്കൊപ്പം SSF പ്രവർത്തകരും ഒരുങ്ങിക്കഴിഞ്ഞു. ഫത്ഹെ മുബാറക് എന്ന പേരിൽ സുന്നി ജമിയത്തുൽ മുഅല്ലിമീന്റെ സഹകരണത്തോടെയാണ് SSF അധ്യയന വർഷാരംഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഫത്ഹെ മുബാറക് സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ 8-ന് മലപ്പുറം ജില്ലയിലെ പറവണ്ണ സിറാജുലുലു മദ്രസയിൽ നടക്കും. സമസ്ത വൈസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി അധ്യക്ഷത വഹിക്കും. KPIC തങ്ങൾ കാവനൂർ, അബു ഹനീഫൽ ഫൈസി തെന്നല, സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം, M അബ്ദുൽ മജീദ്, CK റാഷിദ് ബുഖാരി തുടങ്ങിയവർ സംബന്ധിക്കും. ജില്ലാ ഡിവിഷൻ സെക്ടർ കേന്ദ്രങ്ങളിലും ഫത്ഹെ മുബാറക് ഉദ്ഘാടനങ്ങൾ നടക്കും. പരിപാടി വിജയിപ്പിക്കാൻ SJM SSF നേതാക്കൾ അഭ്യർത്ഥിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശിരോവസ്ത്രം CBSE നിർദ്ദേശങ്ങളിൽ സുപ്രീംകോടതി ഇടപെട്ടില്ല. വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം സ്കൂളിലെ കെമിസ്ട്രി ഹാളിൽ തീപിടുത്തം, ആർക്കും പരിക്കില്ല. കക്കോവ് മഹലിൽ ചേളാരി വിഭാഗത്തിന്റെ വിളയാട്ടം ജുമുഅ മുടങ്ങി. മുറമ്പാത്തിയിൽ ചേളാരി വിഭാഗം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പൂട്ടിച്ച മദ്രസ കാടുമൂടി നശിക്കുന്നു. മർക്കസ് നോളജ് സിറ്റി കേസ് കള്ളസത്യവാങ്മൂലം നൽകിയ കെ സവാദിനെതിരെ ക്രിമിനൽ കേസിന് ഹർജി. മദ്രസകൾ നാളെ തുറക്കും. ഫത്ഹെ മുബാറക് ഉദ്ഘാടനം നാളെ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30-ന്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time@gmail.com.
ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com sunnyonlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.